ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ് ഫ്രീ എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ് ഫ്രീ എഡ്യൂക്കേഷൻ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് ക്ലാസ് 11ൻ്റെ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ചാപ്റ്റർ 1 ആണ് എടുക്കാൻ പോകുന്നത്. നമുക്ക് കെമിസ്ട്രിയെക്കുറിച്ചുള്ള ഒരു ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ കിട്ടുന്നതാണ്. നമ്മൾ ക്ലാസ് 10th വരെ പഠിക്കുമ്പോൾ സയൻസിൻ്റെ ബേസിൽ മാത്രമേ കെമിസ്ട്രി എന്ന് പറയുന്നൊരു ബ്രാഞ്ചിലേക്ക് വരുള്ളൂ. ഇപ്പോൾ നമ്മൾ ക്ലാസ് 11th മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കെമിസ്ട്രി എന്നും സയൻസിൻ്റെ ഒരു വലിയൊരു ബ്രാഞ്ചിലേക്ക് കടക്കുന്നത്. കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി എന്ന് പറഞ്ഞ് പല പല ബ്രാഞ്ചിലേക്ക് നമ്മൾ കടക്കുന്നതിൽ ഏറ്റവും മാസ്റ്റേഴ്സ് ഓഫ് ബ്രാഞ്ചാണ് ശരിക്കും പറഞ്ഞാൽ കെമിസ്ട്രി. അപ്പോൾ നമുക്കതിൻ്റെ ആ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഒന്ന് നോക്കാം. കെമിസ്ട്രി എന്താണ്, അതിനകത്ത് നമ്മൾ തന്നെ ഒരു കെമിസ്ട്രി ആണെന്ന് പറഞ്ഞാൽ തന്നെ കുഴപ്പമില്ല. ബിക്കോസ് അവർ ലൈഫ്, അവർ ബോഡി, എവറിത്തിങ് അണ്ടർ ദ കെമിസ്ട്രി. അത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പം എന്തെല്ലാം നമ്മൾ ഈ സറൗണ്ടിങ്സിൽ കാണുന്നുണ്ടോ, എന്തെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ, എന്തെല്ലാം നമ്മൾ ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ടോ, എല്ലാം കെമിസ്ട്രിയുടെ ഭാഗമാണെന്ന് നമുക്കിപ്പോൾ കുറച്ചൊരു ഇൻട്രൊഡക്ഷനിൽ മനസ്സിലാവും. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. Okay, let us start the first chapter, some basic concepts of chemistry. Basic concepts of chemistry, ആ നെയിമിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ഒന്ന് കെമിസ്ട്രി എന്താണെന്നൊന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഒരു ആൾ ചോദിക്കുക നിങ്ങളോട് എന്താണ് കെമിസ്ട്രി, ഡിഫൈൻ കെമിസ്ട്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം കെമിസ്ട്രി actually it is a branch of science and it connects with the study of composition, structure and the പ്രോപ്പർട്ടീസ് ഓഫ് എ മാറ്റർ. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ മാറ്റേഴ്സും നമ്മളിപ്പോൾ ഈ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബെഞ്ച്, ഡെസ്ക്, നമ്മളുടെ എടുക്കുന്ന പേന, പെൻസിൽ, എല്ലാത്തിലും ഒരു ചെറിയൊരു കെമിക്കൽ എലമെൻറ്റിൻ്റെ ഒരു കണക്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫസ്റ്റ് നമുക്ക് കെമിസ്ട്രി എന്താണെന്ന് പറയാം. കെമിസ്ട്രി ഈസ് എ സ്റ്റഡി ഓഫ് 3 കാര്യങ്ങളാണ്: കോമ്പോസിഷൻ, സ്ട്രക്ചർ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് എ മാറ്റർ. കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്റർ നിങ്ങളുടെ കയ്യിലൊരു സാധനം എന്ത് കിട്ടിക്കോട്ടെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എടുക്കുന്നൊരു ബുക്കിനകത്ത് എന്തെല്ലാം കോമ്പോസിഷൻ, എന്തെല്ലാം സാധനങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ടാവും. ഫസ്റ്റ് എലമെൻ്റാണ് എല്ലാ പേപ്പറും ഗ്ലാസും എല്ലാത്തിനകത്തും കാർബൺ ഷുവറായിട്ട് അവിടെ ഉണ്ടാവും. കാർബൺ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഇൻ ദ വേൾഡ് ഓഫ് കെമിസ്ട്രി. അപ്പോൾ അത് എന്തായാലും നിങ്ങൾക്ക് ഉറപ്പാണ് അവിടെ ഒരു എലമെൻറ്റ് പ്രസൻ്റ് ആയിരിക്കും. ദ കാർബൺ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ എവറിത്തിങ്സ് സറൗണ്ടിങ് അസ്. അപ്പം അടുത്തത് എന്താ? സ്ട്രക്ചറാണ്. എല്ലാ സാധനങ്ങൾക്കും ഒരു സ്ട്രക്ചർ ഉണ്ടാവും, അതായത് ഒരു ഷേപ്പ് ഉണ്ടാവും. എല്ലാ കോമ്പൗണ്ട്സിനും ഒരു ഷേപ്പ് ഉണ്ടാവും. ഇപ്പം നമ്മളിപ്പോൾ ഒരു പേര് പറയുവാണ്. നമ്മുടെ വീട്ടിലിരിക്കുന്ന കിച്ചണിലിരിക്കുന്ന ഉപ്പിന് വരെ ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു ഷേപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ അത് കെമിസ്ട്രിയിലാണ് നമുക്കതിൻ്റെ സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റുന്നത്. എവിടെയാണ് എണ്ണ ഇരിക്കുന്നത്, എവിടെയാണ് Cl. നമുക്കറിയാം സോഡിയം ക്ലോറൈഡാണ് സോൾട്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത്. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഇപ്പോൾ എല്ലാ മാറ്ററും ഓരോ സ്വഭാവമല്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മളിപ്പോൾ ഈ ബോർഡ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പെന്ന്, ഇതെല്ലാം നമുക്ക് പിടിക്കാൻ പറ്റും, നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. കാണാൻ പറ്റാത്ത എത്രയോ സാധനങ്ങളുണ്ട്. ഗ്യാസസ് നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ അവിടെ ഒരു ഡസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ നമ്മളിപ്പോൾ എടുക്കുന്ന ഒരു ലിക്വിഡ് നമ്മൾ വിചാരിക്കുന്നിടത്ത് ഇപ്പോൾ ഒരു ചെയറാണെങ്കിൽ കൊണ്ട് വെക്കാൻ പറ്റും, ബിക്കോസ് ഇറ്റ് ഈസ് എ സോളിഡ്. പക്ഷേ അതുപോലെ നമ്മളിപ്പോൾ അവിടെ തന്നെ ഇരിക്കട്ടെ കുറച്ച് വെള്ളം എന്നും പറഞ്ഞ് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പറ്റില്ല, ചിലപ്പോൾ അത് ഫ്ലോ ചെയ്തു പോകും, ബിക്കോസ് ഇറ്റ് ഈസ് എ ലിക്വിഡ്. ഇതാണ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ കെമിസ്ട്രി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് കോമ്പോസിഷൻ, സ്ട്രക്ചർ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് എ മാറ്റർ. ആൻഡ് ഇനി നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇനി ഓരോ മാറ്ററും ഓരോ പ്രോസസ്സിൽ ഇങ്ങനെ കടന്നു പോകുന്നതും കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചിൽ വരുന്നതാണ്. ദ പ്രോസസ്സസ് ഇൻ വിച്ച് ദ മാറ്റർ അണ്ടർഗോസ്. ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മുടെ നമ്മൾ വീട്ടിന് ഒരു ഗേറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. ആ ഗേറ്റ് നമ്മൾ ഫസ്റ്റ് പുതിയതായിട്ട് വെച്ച് കഴിയുമ്പോഴേക്കും അത് നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ യു ക്യാൻ സീ എ സ്മോൾ ബ്രൗൺ കളർ ഇൻ ദാറ്റ് അയൺ ഗേറ്റ്. നമുക്കിപ്പോൾ ഒരു അയൺ ഗേറ്റ് ആണ്, അതിനകത്തൊരു ചെറിയ പൊടിയുണ്ടെങ്കിൽ ഒരു ബ്രൗൺ കളറെന്ന് നമ്മൾ പറയും തുരുമ്പ് പിടിച്ചു, ബിക്കോസ് ഇറ്റ് ഗെറ്റ് റസ്റ്റ്. അതെന്താണെന്ന് വെച്ചാൽ അയൺ എയറായിട്ട് കമ്പൈൻ ചെയ്ത് അതിലെ മോയ്സ്ചറായിട്ട് കമ്പൈൻ ചെയ്ത് അയൺ ഓക്സൈഡ് ഉണ്ടാവുന്നത് കൊണ്ടാണ്.
പിന്നെ നമുക്ക് കുറേ എനർജീസ് ചുറ്റുമുണ്ട്. ലൈറ്റ് എനർജി, ഇതിപ്പോൾ ലൈറ്റ് ഉണ്ടാകും, നമ്മളിപ്പോൾ എടുക്കുന്നത് ഇലക്ട്രിക്കൽ എനർജി ഇല്ലാതെ നമുക്കിപ്പോൾ ഒരു ക്ലാസ് എടുക്കാൻ പറ്റില്ല, നമുക്കിപ്പോൾ ഇത് വീഡിയോ കാണണമെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി വേണം. അങ്ങനെ പല ലൈറ്റ് എനർജി, ഹീറ്റ് എനർജി, ഇലക്ട്രിക്കൽ എനർജി, അങ്ങനെ പലതരം മെക്കാനിക്കൽ എനർജി, ഫിസിക്കൽ എനർജി, പല ടൈപ്പ് എനർജീസും വരുന്നുണ്ടാവും ഓരോ പ്രോസസ്സും. ഇത് മുഴുവനും നമുക്ക് കെമിസ്ട്രിയിൽ കാണാൻ പറ്റും. സോ വി ക്യാൻ സേ ദാറ്റ് കെമിസ്ട്രി ഈസ് എ സ്റ്റഡി ഓഫ് composition, structure and properties of a matter and the process in which matter undergoes and the changes, the energy changes accompany the process. Okay, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് ഒന്ന് പോവാം. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് കെമിസ്ട്രി. ഇപ്പം നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു, നമുക്ക് നമ്മുടെ ബോഡിയെ തന്നെ വേണമെങ്കിൽ പറയാം, we are under the chemistry. We are a chemistry people because നമ്മളിപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും റെസ്പിറേഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ബ്രീത്തിങ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അല്ലേ? സോ ഓൾ അവർ ഡെയിലി ആക്ടിവിറ്റീസ് ആർ ദ ഗിഫ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് വേണേൽ പറയാം. നമുക്ക് ഫസ്റ്റ് നമ്മളുടെ ബോഡിയെ തന്നെ നമുക്ക് നോക്കാം. നമ്മൾ പതുക്കെ നമ്മളിപ്പോൾ ബ്രീത്തിങ് എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രോസസ്സ് നമ്മുടെ ബോഡി നടത്തുന്നുണ്ട്. വാട്ട് യു ബ്രീത്ത് ഇൻ, നമ്മൾ എന്തായിരിക്കും ബ്രീത്ത് ചെയ്ത് അകത്തേക്ക് കയറ്റുന്നത്? വി ആർ ബ്രീത്തിങ് ഓക്സിജൻ എലമെൻറ്റ്. ഓക്സിജൻ എന്ന് പറയുന്ന ഒരു എലമെൻ്റാണ്. ഓക്സിജൻ എലമെൻ്റായിട്ടല്ല, ഓക്സിജൻ മോളിക്യൂളായിട്ട്, അതായത് ഗ്യാസിലുള്ള ഓക്സിജനാണ് നമ്മൾ ബ്രീത്ത് ചെയ്ത് അകത്തേക്ക് കയറുന്നത്, അല്ലേ? അറ്റ് ദ സെയിം ടൈം അവിടെ നമ്മൾ എക്സേൽ ചെയ്ത് പുറത്തേക്ക് വിടുന്നുണ്ട്? കാർബൺ ഡയോക്സൈഡ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചതാണ്. വി എക്സൈൽ ഔട്ട് കാർബൺ ഡയോക്സൈഡ് ഫ്രം അവർ ബോഡി. ആ കാർബൺ ഡയോക്സൈഡാണ് പ്ലാന്റ്സ് എടുക്കുന്നതും അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതും ആ ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റുന്നതും ഒക്കെ. നമ്മുടെ ഫുഡിനകത്ത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്ന് പറയുന്ന മെയിൻ കമ്പോണൻസ് ഉണ്ടാകുന്നതും എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. ബട്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, എന്താണ് നമ്മൾ ഇൻഹേൽ ചെയ്യാൻ എടുക്കുന്നത്? ഓക്സിജൻ. ദാറ്റ് ഈസ് എ കെമിക്കൽ എലമെൻറ്റ്. ആൻഡ് വാട്ട് യു exhale out, that is carbon dioxide. It is a chemical compound. And the plant prepare the food, and food that we take, ആ ഫുഡിനകത്ത് ഫുൾ ഉള്ളത് എന്തായിരിക്കും? കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. The main constituents, they all are chemical elements. Okay, next നമ്മളുടെ ബോഡിയിൽ ഇപ്പം നമ്മൾ പറയും നമ്മുടെ ഹ്യൂമൻ ബോഡിയിലും കെമിസ്ട്രിയാണ്. ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു ഹ്യൂമൻ ബോഡിയിൽ കെമിസ്ട്രി ആണ്. നിങ്ങൾക്കൊരു ഡൗട്ടാണോ എങ്ങനെ ഹ്യൂമൻ ബോഡിയിൽ കെമിസ്ട്രി ആവുന്നത്? അതായത് നമ്മളുടെ ബോഡി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാം, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന എവിടെയും കാണാൻ പറ്റും. ഒരു ഹ്യൂമൻ ബോഡിയിലെ എലമെൻറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ, നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ പറയും നിങ്ങൾക്ക് ആ ഒരു എലമെൻറ്റ് കുറവുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ നിങ്ങൾ മിക്കവാറും കേൾക്കുന്ന ഇതായിരിക്കും സോഡിയം കുറവുണ്ട്, പൊട്ടാഷ്യം കുറവുണ്ട്, കാൽഷ്യത്തിൻ്റെ കുറവുണ്ട്, ഇങ്ങനെയൊക്കെ ഡോക്ടേഴ്സ് പറയും. ആക്ച്വലി ഒരു ഹ്യൂമൻ ബോഡിയിൽ ഇത്രയും പെർസെൻറ്റേജ് ഓക്സിജൻ വേണം, കാർബൺ വേണം, ഹൈഡ്രജൻ വേണം, നൈട്രജൻ വേണം, കാൽഷ്യം വേണം. ബിക്കോസ് എന്നാൽ മാത്രമേ നമുക്ക് ഹെൽത്തി ബോഡിയാണെന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലേ? നമ്മളുടെ ട്രീറ്റ്മെൻറ്റിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ ഈ എലമെൻസിനെ പറ്റി കൂടുതൽ കേൾക്കുന്നത്. ആക്ച്വലി നമ്മളുടെ ബോഡിയിൽ 62% വാട്ടറാണ്. നിങ്ങൾ ഈ പെർസെൻറ്റേജുകൾ ഞാൻ പറയുന്നത് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. ബിക്കോസ് എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ ഇതിനെ ചോദിക്കാറുണ്ട്. പല ടെസ്റ്റിലും ചോദിക്കാറുണ്ട്. ഹൗ മച്ച് പെർസെൻറ്റേജ് ഓഫ് വാട്ടർ കണ്ടൻറ്റ് ഇൻ അവർ ഹ്യൂമൻ ബോഡി? ദറ്റ് ഈസ് 62%. ആൻഡ് ഹൗ മച്ച് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ ഇൻ അവർ ഹ്യൂമൻ ബോഡി? 16% പ്രോട്ടീൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിലേക്ക് നമുക്ക് നമ്മുടെ എനർജി കൊടുക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഓക്സിജൻ 65% വേണം, കാർബൺ 18%, ഹൈഡ്രജൻ 9.5%, നൈട്രജൻ 3.2%, കാൽഷ്യം 1.5%, ഫോസ്ഫറസ് 1.2%, പൊട്ടാഷ്യം 0.4%, സൾഫർ 0.2%, സോഡിയം 0.2%, ക്ലോറിൻ 0.2%, മെഗ്നീഷ്യം 0.1%. ആൻഡ് അത് എലമെൻറ്റ്സ്, ഈ എലമെൻറ്റ്സ് മുഴുവനും നമുക്ക് നമ്മുടെ ബോഡിയിൽ ഓൾറെഡി കുറച്ച് എലമെൻറ്റ്സോടുകൂടിയാണ് വിത്ത് ബോൺ നമ്മൾ വരുന്നത്. പക്ഷേ കുറേയൊക്കെ എലമെൻറ്റ്സിൻ്റെ കുറവുകൾ നമുക്ക് വരും. കാൽഷ്യത്തിൻ്റെ കുറവ് വരുമ്പോൾ നമ്മൾ പറയും കൂടുതൽ എഗ്ഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, കാൽഷ്യം കുറച്ചും കൂടെ കിട്ടട്ടെ എന്നൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കാം. കുറേ ഫുഡുണ്ട് നമുക്ക് ഈ ഉള്ള എലമെൻറ്റ്സ് കണക്റ്റഡ് ആയിട്ടുള്ള കുറേ ഫുഡ് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവും. This is the elemental composition. Mineral 6%, carbohydrate 1%, and the fat will be 16%.
So we can say that our body is a gift of chemistry because it contains a lot of chemical elements in our body. മുഴുവനും കെമിക്കൽ എലമെൻസിൻ്റെ ഇഷ്ടം പോലെയുള്ള കെമിക്കൽ എലമെൻറ്റ്സ് നമ്മുടെ ബോഡിയിൽ ഉള്ളതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം അവർ ബോഡി ഈസ് എ ഗിഫ്റ്റ് ഓഫ് കെമിക്കൽ എലമെൻറ്റ്സ്. നെക്സ്റ്റ് നമുക്ക് വേറൊരു കാര്യം നോക്കാം. ഇപ്പം നമ്മൾ കെമിസ്ട്രിയിൽ കുറച്ചും കൂടെ പാടായിട്ട് നമുക്ക് ആ സബ്ജക്റ്റിനോടൊരു ഇഷ്ടക്കുറവ് തോന്നുക വെച്ചാൽ ഇഷ്ടം പോലെ സാധനങ്ങൾ നമ്മളുടെ മുമ്പിൽ കെമിക്കൽ നെയിംസും ഒക്കെ ഉണ്ടാകും. പക്ഷേ നമുക്ക് അതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടപ്പെട്ട ആ ഓരോ പോർഷനായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പറയാൻ പറ്റണം. ഇപ്പോൾ ഫെർട്ടിലൈസർ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഇഷ്ടം പോലെ എലമെൻറ്റ്സ് ഉണ്ട്. നമുക്കതെല്ലാം ചിലപ്പോൾ കുറേയൊക്കെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. ഫെർട്ടിലൈസർ ഇപ്പം നമ്മൾ ഇനി കെമിക്കൽസിലേക്ക് വരും, നമ്മൾ കാണുന്ന നമ്മുടെ ചുറ്റുമുള്ള കെമിക്കൽസിലേക്ക് വരും. എവിടെയാണ് അതില്ലാത്ത ഫെർട്ടിലൈസർ നമുക്ക് നോക്കാം. ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും കേൾക്കാം NPK. നിങ്ങളൊരു ഫെർട്ടിലൈസർ മേടിക്കാൻ പോകുന്നത് നമുക്ക് കേൾക്കാം NPK, ദാറ്റ് ഈസ് NPK. ഇങ്ങനെ ഒരു ഫെർട്ടിലൈസർ നമ്മൾ എപ്പോഴും കേൾക്കും. ദാറ്റ് ഈസ് ഫെർട്ടിലൈസറിൻ്റെയൊക്കെ മെയിൻ ആളാണ് നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് ദ K ഈസ് പൊട്ടാഷ്യം. ഈ 3 ആളുകളാണ് ഫെർട്ടിലൈസറിൽ ഇമ്പോർട്ടൻറ്റ്. സോ ദേ ഓൾ ആർ കെമിക്കൽ എലമെൻറ്റ്സ്. പിന്നെ ആൽക്കലീസ് എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ വീട്ടിൽ വാഷിംഗ് സോഡ ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ ബേക്കിംഗ് സോഡ അറിയാം, ബേക്കിംഗ് പൗഡർ അറിയാം. ഓൾ കമ്മിങ് അണ്ടർ ദ ആൽക്കലീസ്. സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, എവറിത്തിങ് ആർ ആൽക്കലീസ്. അടുത്തത് ആസിഡ്സ് കാണാത്ത സ്ഥലം നിങ്ങളുണ്ടാവില്ല. നിങ്ങളിപ്പോൾ ഒരു ഫ്രൂട്ട് കയ്യിലെടുത്താൽ പോലും അത് നമ്മളിപ്പോൾ ഒരു ലെമൺ എടുത്തു, നമ്മളതിനൊന്ന് സ്ക്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് കുറച്ച് നീര് നമ്മൾ കാണുന്നുള്ളൂ. നമുക്ക് പറയാം ദാറ്റ് ഈസ് എ സിട്രിക് ആസിഡ്. ആ വരുന്നത് ലെമണിൽ നിന്നും നമുക്ക് ആസിഡ്സ് കിട്ടുന്നു. നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം സ്ക്യൂസ് ചെയ്യുമ്പോൾ പല ഫ്രൂട്ട്സിൽ പല തരത്തിലുള്ള ആസിഡ്സ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ പുറത്ത് നമുക്ക് കുറേ തരത്തിലുള്ള ആസിഡ്സ് ഉണ്ട്. വിനീഗർ അസറ്റിക് ആസിഡാണ്. നമ്മളുടെ വീട്ടിലിരിക്കുന്ന വിനീഗർ ഒരു അസറ്റിക് ആസിഡാണ്. പിന്നെ സോൾട്ട്, നമ്മുടെ വീട്ടിലെ ഉപ്പ്. സോൾട്ട് എന്ന് പറയുന്നത് ആരാണ്? സോഡിയം ക്ലോറൈഡാണ് അല്ലേ? അതുപോലെ പല സോൾട്ടുകളുണ്ട്. സോഡിയം ക്ലോറൈഡ് മാത്രമല്ല, ഇഷ്ടം പോലെ സോൾട്ടുകൾ നിങ്ങളിനി വരുന്ന ക്ലാസ്സിൽ കെമിസ്ട്രിയുടെ സോൾട്ടിൻ്റെ ഒരു വലിയൊരു എമൗണ്ട് തന്നെ നിങ്ങൾ പഠിക്കേണ്ടതുണ്ടാവും. അടുത്തത് ഡൈസ്. നമ്മൾ ഫാബ്രിക്കിന് ഡൈ കൊടുക്കുന്നുണ്ട്, ഹെയർ ഡൈ ഉണ്ട്, എല്ലാം ദേ ഓൾ ആർ കമ്മിങ് അണ്ടർ ദ കെമിക്കൽസ്. ഇനി അടുത്തത് പോളിമേഴ്സ്. ഇപ്പം നമ്മളുടെ നമ്മളൊരു സെലോ ടേപ്പ് എടുത്താൽ പോലും ഇറ്റ് ഈസ് എ പോളിമർ കണ്ടൻറ് ഉണ്ടാവും. പിന്നെ വീടുകളിൽ നമുക്കിപ്പോൾ റൂഫ് ചെറുതായിട്ടൊന്ന് ലീക്ക് ചെയ്യുകയാണെങ്കിൽ യു ആർ യൂസിങ് പോളിയൂറിത്തേൻ ബിക്കോസ് അവിടെയും പോളിമേഴ്സിൽ കെമിക്കൽസ് ഉണ്ട്. പിന്നെ ഡ്രഗ്സ്. നിങ്ങളൊരു മെഡിക്കൽ ഷോപ്പിലേക്ക് കയറി നിന്ന് കഴിഞ്ഞാൽ ആ മെഡിക്കൽ ഷോപ്പ് മുഴുവനും കുറേ മെഡിസിൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ദേ ഓൾ ആർ കെമിക്കൽസ്. ദേ ഓൾ ആർ കെമിക്കൽ കമ്പോണൻസ് അടങ്ങിയിട്ടുള്ള ഡ്രഗ്സ് ആയിരിക്കും എല്ലാം നമുക്ക് കിട്ടുന്നത്. പിന്നെ സോപ്പ് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന നമ്മുടെ സോപ്പ്, ദാറ്റ് ഈസ് എ സോഡിയം സോൾട്ട് ഓഫ് പാൽമെറ്റിക് ആസിഡ്. അതുപോലെ അതിൻ്റെ ഒരു സോഡിയം സോൾട്ട് ഓഫ് പാൽമെറ്റിക്, ഒരു ആസിഡിൻ്റെ സോഡിയം സോൾട്ടാണ് ആക്ച്വലി നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ്. നെക്സ്റ്റ് ഡിറ്റർജൻസ്. പിന്നെ മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയറോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ, എല്ലാ കാര്യങ്ങളും നമ്മൾ തൊടുന്ന മെറ്റലുകൾ മുഴുവനും ദേ ഓൾ ആർ കണ്ടെയ്നിങ് ദ കെമിക്കൽ എലമെൻറ്റ്സ്. അലോയ്സ്, അതായത് നമ്മളിപ്പോൾ യൂട്ടൻസിൽസ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ അലോയ്കൾ ഉപയോഗിക്കുന്നു. പിന്നെ നമ്മുടെ വെഹിക്കിൾ പാർട്സിനൊക്കെ അലോയ്സ് ഉപയോഗിക്കുന്നു. ഓൾ ആർ കമ്മിങ് അണ്ടർ ദ കെമിക്കൽ എലമെൻറ്റ്സ്. ഇനി നെക്സ്റ്റ് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് കെമിക്കൽസ്. ഈ ഓർഗാനിക് കെമിക്കൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കാർബണും ഹൈഡ്രജനും തമ്മിലുള്ളൊരു ബോണ്ടുള്ളവരെ എല്ലാവരെയും നമ്മൾ ഓർഗാനിക് കെമിക്കൽസ് എന്ന് പറയും. അപ്പോൾ ഈ ഇൻഓർഗാനിക് കെമിക്കൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോണ്ട് ഉണ്ടാവില്ല. ചിലപ്പോൾ കാർബൺ പ്രസൻ്റ് ആയിരിക്കും, ചിലപ്പോൾ മറ്റുള്ള എലമെൻറ്റ്സ് ആയിരിക്കും അതിനകത്ത് പ്രസൻ്റ് ആയിരിക്കുന്നത്. ചിലപ്പോൾ കാർബൺ ഉണ്ടാവില്ല, കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവില്ല. അങ്ങനെയുള്ള കെമിക്കൽസിനെയൊക്കെ ഇൻഓർഗാനിക്, അത് നമുക്ക് ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ കൂടുതൽ കാണാൻ പറ്റും. അടുത്തത് കെമിക്കൽ ഇൻഡസ്ട്രീസ്. ഒരു ഇൻഡസ്ട്രി ഇല്ലാതെ നമ്മൾ ഈ കാണുന്ന ഒരു സാധനങ്ങളും നമുക്ക് യൂസ് ചെയ്യാനായിട്ടുണ്ടാവില്ല. നമ്മളിപ്പോൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ബാഗ് ആയിക്കോട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളുടെ ബുക്സും പെൻസിലും എല്ലാ കാര്യങ്ങളും ഒരു ഇൻഡസ്ട്രി അതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയിലാണ് അത് പ്രിപ്പയർ ചെയ്യുന്ന. ദാറ്റ് ഇൻഡസ്ട്രി നീഡ് എ കെമിക്കൽസ്. സോ നമുക്ക് എന്തെല്ലാം സ്ഥലങ്ങളിൽ ഏതൊക്കെ ഇൻഡസ്ട്രീസ് കെമിക്കൽസ് യൂസ് ചെയ്യാമെന്നുള്ളത്
നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ഉണ്ട്, സിലിക്കൺ. സിലിക്കൺ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റ്. ഹൈ ടെക്നോളജിയിൽ സെമി കണ്ടക്ടിങ് ഡിവൈസസ്, ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഡിവൈസസും, മൊബൈൽ ഫോൺസ്, ലാപ്ടോപ്സ്, ബാറ്ററീസ്, കാര്യങ്ങൾ എല്ലാത്തിലും മെയിനായിട്ടുള്ള ഒരാളാണ് നമ്മുടെ സിലിക്കൺ. ഇറ്റ് ഈസ് എ സെമി കണ്ടക്ടിങ് എലമെൻറ്റ്. അത് ആ ഒരു സെമി കണ്ടക്ടിങ് എലമെൻറ്റിനെ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ കാണുന്ന ഡിവൈസസിൻ്റെ ഒന്നും ഒരു റഷ് നമുക്ക് കിട്ടാണ്ട് പോയാനെ. കാരണം നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ഈ ഒരു നമ്മുടെ ഒരു ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പോകുന്നത് നമ്മളുടെ ഒരു ഈ ലൈഫാണ് നമുക്കുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള സെമി കണ്ടക്ടിങ് ഡിവൈസസിൻ്റെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മളുടെ മെയിനായിട്ട് നമ്മളെ അതിന് സഹായിച്ച ഒരു എലമെൻ്റാണ് സിലിക്കൺ. All the developments that you see today because of a semiconducting devices which are again are chemicals. Okay, everything that you see here in our environment, we see so many things that coming under the semiconducting devices, mobile phones, laptops, cameras, TV, phone, everything have a important element called silicon. Next, ഇനി നമുക്ക് തെർമോമീറ്റർ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇപ്പം നമുക്ക് ഒരു പനി വന്നാൽ നമ്മളിപ്പോൾ തെർമോമീറ്റർ യൂസ് ചെയ്യും. ഇപ്പോൾ ഒരു വെതർ പാറ്റേൺ അറിയാൻ വേണ്ടി തെർമോമീറ്റർ യൂസ് ചെയ്യും. നമ്മളെല്ലായിടത്തും തെർമോമീറ്റർ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള ഡിസീസ് വന്നാലും നമ്മളുടെ ബോഡി കാണിക്കുന്ന ടെമ്പറേച്ചർ ഇൻക്രീസിങ് ആണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരാളാണ് തെർമോമീറ്റർ. സോ ഇറ്റ് ഈസ് എ തിങ് ദാറ്റ് വി യൂസ് ഇൻ അവർ ഡെയിലി ലൈഫ്, റൈറ്റ്? അപ്പോൾ നമുക്ക് തെർമോമീറ്റർ എന്താണെന്ന് നോക്കാം. തെർമോമീറ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ we have so many chemical patterns to know about the weathering patterns in our society അല്ലേ? അപ്പം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് തെർമോമീറ്റർ. ഈ തെർമോമീറ്റർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്ലാസ് ട്യൂബ് കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ടെമ്പറേച്ചർ നമുക്ക് മനസ്സിലാവുന്നത്? ബിക്കോസ് നമ്മൾ ആ തെർമോമീറ്ററിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ കണ്ടൻ്റ് ഉണ്ട്. ഇത് കണ്ടോ, ഈ റെഡ് കളർ ഒരു കണ്ടൻറ്റ് പോകുന്നുണ്ട്. ആ കണ്ടൻറ്റിൻ്റെ പേര് മെർക്കുറി എന്നാണ്. മെർക്കുറി ഈസ് ആൻ എലമെൻറ്റ്. അത് ടെമ്പറേച്ചർ കൂടുമ്പോൾ മെർക്കുറി അതിൻ്റെ ലെവലിങ്ങനെ കൂട്ടിക്കാണിക്കും. മനസ്സിലായോ? അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് തെർമോമീറ്റർ വരെ നമ്മൾ കഴിഞ്ഞു. ഇനിയും നമുക്ക് കുറേ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. നമ്മളുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ഇനിയും കെമിക്കൽസ് കണക്ട് ചെയ്ത് പറയാനുണ്ട്. നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. ടുഡേ നമുക്കിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.